മെയ് 24 പണ്ഡിറ്റ് കറുപ്പൻ ജന്മദിനം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി തൂലികയും ജീവിതവും സമർപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവും കവിയും നാടകകൃത്തും കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ അധകൃത വർഗക്കാരനുമായിരുന്ന കവിതിലകൻ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് കൊച്ചി രാജാവിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിൽ സംസ്കൃതവും പഠിക്കാനായി. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെയും കൊച്ചുണ്ണി തമ്പുരാൻ്റെയും ശിക്ഷണത്തിൽ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യം നേടിയ അദ്ദേഹം പിന്നീട് മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. 14-ാം വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങുകയും 20ഓളം കാവ്യങ്ങൾ രചിക്കുകയും ചെയ്ത അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കും അയിത്താചാരങ്ങൾക്കുമെതിരെ പോരാടാൻ സാഹിത്യത്തെ ആയുധമാക്കി. അക്കാലത്ത് നിലവിലിരുന്ന ഉച്ചനീചത്വത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും അർത്ഥശൂന്യതയെ പരിഹസിക്കുന്ന ജാതിക്കുമ്മി എന്ന പ്രശസ്ത കാവ്യം കേരള നവോത്ഥാന ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1925 അദ്ദേഹം കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി രാജാവ് കവിതിലക ബിരുദവും നൽകി ആദരിച്ചു. താൻ ജനിച്ച ധീവര അരയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച പ്രാദേശിക ശാഖകൾ പിന്നീട് അരയ സഭകളായും സമിതികളായും തീർന്നു. സ്വന്തം സമുദായത്തിൻ്റെ മാത്രമല്ല എല്ലാവിധ അധസ്ഥിത വിഭാഗത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച അദ്ദേഹം അധകൃതരുടെ ആചാര്യനായി അറിയപ്പെട്ടു. വാല സമുദായ പരിഷ്കരണി സഭ, സുധർമ്മ സൂര്യോദയം സഭ, ഇടക്കൊച്ചി ജ്ഞാനോദയം സഭ, കുമ്പളം സന്മാർഗപ്രദീപം സഭ, ഷൺമുഖപുരം ഷൺമുഖവിലാസം സഭ, അയ്യപ്പള്ളി സുധർമ്മോദയം സഭ, പ്രബോധ ചന്ദ്രോദയം സഭ, പുലയ മഹാസഭ തുടങ്ങിയ സഭകളും നവോത്ഥാനത്തിൻ്റെ ഭാഗമായി കറുപ്പൻ മാസ്റ്റർ സ്ഥാപിച്ചവയാണ്. കേരള ലിങ്കൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1938 മാർച്ച് 23 അദ്ദേഹം അന്തരിച്ചു. മാധവ് ഗാഡ്ഗിൽ ജന്മദിനം. പശ്ചിമഘട്ടത്തിൻ്റെ കാവലാൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ലോകം മുഴുവൻ ആദരവോടെ കണ്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ 1942 മെയ് 24 മുൻ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനും സാമ്പത്തിക വിദഗ്ധനുമായ ധനഞ്ജയൻ ഗാഡ്ഗിലിൻ്റെ മകനായി പൂനെയിൽ ജനിച്ചു. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടി. 1973 മുതൽ 2004 വരെ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു. 225 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതി അംഗമായും പ്രവർത്തിച്ചു. 2010 പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കുവാൻ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായി ഒരു സമിതിയെ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ചു. 2011 റിപ്പോർട്ട് സമർപ്പിച്ചു. പശ്ചിമഘട്ടത്തിൻ്റെ 1,29,037 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുടെ 3/4 ഭാഗവും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്നും ഖനനവും വൻ കെട്ടിട നിർമ്മാണവും നിയന്ത്രിക്കണമെന്നും അദ്ദേഹം റിപ്പോർട്ട് നൽകി.
പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ലോകത്തിന് മുന്നിൽ വെച്ച് പാഠമാണ് ആ റിപ്പോർട്ട്. 1986 നീലഗിരിയെ രാജ്യത്തെ ജൈവമണ്ഡലമായി പ്രഖ്യാപിക്കുന്നതിലും ഗാഡ്ഗിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. 1981 പത്മശ്രീ ബഹുമതിയും 2006 പത്മഭൂഷൺ ബഹുമതിയും നൽകി രാജ്യം ആദരിച്ചു. ശാസ്ത്രരംഗത്തെ പ്രമുഖ പുരസ്കാരമായ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരവും നേടി. 2024 UN പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ പരമോന്നത പുരസ്കാരമായ ചാമ്പ്യൻ ഓഫ് എർത്ത് എന്ന പുരസ്കാരവും ലഭിച്ചു. 2026 ജനുവരി 8 അദ്ദേഹം അന്തരിച്ചു. കോപ്പർനിക്കസ് ചരമദിനം. സൗരകേന്ദ്രീകൃത പ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവും ആധുനിക ശാസ്ത്ര വിപ്ലവത്തിൻ്റെ പിതാക്കളിൽ ഒരാളുമായ പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസ് 1543 മെയ് 24 അന്തരിച്ചു. 1473 ഫെബ്രുവരി 19 പോളണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പോളണ്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഇറ്റലിയിലെത്തി കത്തോലിക്ക സഭാ നിയമങ്ങളും ചട്ടങ്ങളും അഭ്യസിച്ചു. ഒപ്പം ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പഠിച്ചു. തിരികെ പോളണ്ടിലെത്തി ക്രൈസ്തവ നിയമങ്ങളുടെ വ്യാഖ്യാതാവായി ജീവിതം നയിച്ചു. ഒഴിവുവേളകളിൽ ആകാശ നിരീക്ഷണം നടത്തുകയും പുതിയ പല കണ്ടെത്തലുകളും നടത്തുകയും ചെയ്തു. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ ചുറ്റുന്നു എന്നുമുള്ള നാളതുവരെയുള്ള സഭയുടെയും സമൂഹത്തിൻ്റെയും വിശ്വാസ പ്രമാണത്തിൻ്റെ സ്ഥാനത്ത് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള സൂര്യ കേന്ദ്രീകൃത സിദ്ധാന്തം അദ്ദേഹം സമർത്ഥിച്ചു. തൻ്റെ കണ്ടെത്തലുകൾ ഡി റവല്യൂഷൻ ഇബസ് ഓർബിയം സെലസ്റ്റിയം എന്ന കൃതിയിൽ ആവിഷ്കരിച്ചു. പക്ഷേ സഭയുടെ എതിർപ്പ് കണക്കിലെടുത്ത് ആരും അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. മറ്റൊരാൾ ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ആദ്യ പ്രതി മരണശയ്യയിലായിരുന്ന കോപ്പർനിക്കസിൻ്റെ കയ്യിലെത്തുകയും ചെയ്യുന്നു. 1543 മെയ് 24 അദ്ദേഹം അന്തരിച്ചത്. 1616 സഭ കോപ്പർനിക്കസിൻ്റെ പുസ്തകം നിരോധിച്ചു. എങ്കിലും പിൽക്കാലത്ത് ഈ കൃതി വിഖ്യാതമായി തീരുകയും ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ തുടക്കമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു.